എവരിവൺ, ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് മോഷൻ ആൻഡ് സ്ട്രെയിറ്റ് ലൈനിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് വേഗം തന്നെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ആണ് ടൈപ്സ് ഓഫ് മോഷൻ, പിന്നെ ആവറേജ് സ്പീഡ് വേഴ്സസ് ആവറേജ് വെലോസിറ്റി, സ്ലോപ്പ് ഓഫ് എ ഫംഗ്ഷൻ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, നമുക്ക് വേഗം തന്നെ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പം മോഷനെ കുറിച്ച് പറയുമ്പോൾ മോഷനെ പ്രധാനമായും നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് യൂണിഫോം മോഷൻ, സെക്കൻഡ് വൺ നോൺ യൂണിഫോം മോഷൻ, ആൻഡ് തേർഡ് വൺ യൂണിഫോം ആക്സിലറേഷൻ, ആൻഡ് ഫോർത്ത് വൺ റിട്ടാർഡേഷൻ. ഓക്കെ, അപ്പൊ യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. അപ്പൊ ഇവ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. യൂണിഫോം മോഷൻ അല്ലെ, ഇപ്പൊ അവിടെ ഗ്രാഫ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ടല്ലോ. ഗ്രാഫിൽ എന്തോ കൊടുത്തത്? ഇവിടെ കണ്ടല്ലോ ഒരു ഡിസ്റ്റൻസും പിന്നെ അതുപോലെ ടൈമും വേഴ്സുള്ള ഗ്രാഫ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ബോഡിയുടെ ഗ്രാഫിന്റെ ഷേപ്പ് എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഓക്കെ, അപ്പൊ അതായത് ഒരേ വേഗതയിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ചലനമാണ് എന്ത് ചെയ്യുക? യൂണിഫോം മോഷൻ എന്ന് പറയും അല്ലെ. അതായത് ദ മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജെക്ട് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ് അല്ലേ. ഒരു തുല്യ വേഗതയിൽ പോകുന്ന ഒരു വസ്തുവിന്റെ ഗ്രാഫാണ് ഇത് യൂണിഫോം മോഷൻ എന്ന് പറയും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മളൊരു താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു എ ബി സി ഡിയിലെ ഒരു ബോഡിന്റെ എയിൽ നിന്ന് ബിയിലേക്ക് കവർ ചെയ്തെടുക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 30 km/h ആണ്. ബി ടു സിയിലേക്ക് എന്ത് ചെയ്യുക? 30 km/h ആണ്. സി ടു ഡി എന്താ? 30 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ആ ബോഡിന്റെ യൂണിഫോം മോഷൻ എന്ന് പറയും. ഓക്കെ, ഒരേ ദൂരം കവർ ചെയ്യണല്ലേ, ഒരേ വേഗതയിൽ നേർരേഖയിലുള്ള ചലനാണ്. അങ്ങനെയാണെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പം വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ m/s ആണ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുക? ദൂരത്തിലാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു യൂണിഫോം മോഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഗ്രാഫാണ് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പം അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഈ നോൺ യൂണിഫോം മോഷൻ എന്താ? യൂണിഫോം മോഷൻ അല്ലാത്തതാണ് എന്ത് ചെയ്യുക? നോൺ യൂണിഫോം മോഷൻ അല്ലേ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യുക? ക്രമമായിട്ട് എന്ത് ചെയ്യാം? ക്രമമായിട്ട് വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ യൂണിഫോം മോഷൻ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം? വേഗത എന്ത് ചെയ്യാം? ക്രമമായിട്ടല്ല കൂടുന്നത്. ഇവിടെ ഗ്രാഫ് കണ്ടല്ലോ. ഈ ഗ്രാഫ് എന്ത് ചെയ്യാം? ഇവിടെ കൂടി, പിന്നെ ഇവിടെ കൂടി, പിന്നെ കുറഞ്ഞു, പിന്നെ കൂടി അല്ലേ. അപ്പൊ എന്താ? അവിടെ വേഗത ക്രമമായിട്ടല്ല കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മോഷൻ എന്ത് ചെയ്യാം? നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാം. ഓക്കെ, ദ മോഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ഇൻ വിച്ച് ദ ഒബ്ജെക്ട് ട്രാവൽസ് വിത്ത് വാരിയഡ് സ്പീഡ് അല്ലേ. വാരിയഡ് വ്യത്യസ്ത വേഗതയിലാണ് ഒരു വസ്തുവിന്റെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ടൈപ്പ് ഓഫ് മോഷനാണ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ നമ്മൾ പറയാന്ന് വെച്ചാൽ നേരത്തെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന് നേരത്തെ പറഞ്ഞ കേസിലൊക്കെ നമ്മൾ എടുത്തത്. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടല്ലോ. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് ചെയ്യുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അതായത് ഒരു വെലോസിറ്റി ക്രമമായി കൂടിക്കൊണ്ടിരിക്കുന്ന ചലനമാണ് എന്ത് ചെയ്യുക? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് when an object is traveling in a straight line with an increase in velocity at equal interval of time. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ വെലോസിറ്റി ക്രമമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മോഷനാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. താഴെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഒരു ബോഡി എയിലേക്ക് ബിയിലേക്ക് 2 m/s സഞ്ചരിച്ചത്. 2 m/s സഞ്ചരിച്ചു. ബി ടു സിയിലേക്ക് എന്ത് ചെയ്യുക? 4 m/s സഞ്ചരിച്ചു. സി ടു ഡിയിലേക്ക് 4 m/s. അപ്പം തുടർച്ചയായി 2 m/s എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആദ്യം 2 m/s ആണ്, പിന്നെ 4 ആയി, പിന്നെ 6 ആയി അല്ലെ. അങ്ങനെ ക്രമമായിട്ട് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഇതിനാണ് എന്താ പറയാ? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? ഈ സ്പീഡോമീറ്റർ അറിയാലോ. ഒരു കാറിന് സ്പീഡോമീറ്റർ എന്താ പറയാ? സ്പീഡ് കാണിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്പീഡോമീറ്റർ അല്ലെ. നമ്മൾ ഒരു കാറിന്റെ ഒരു ആക്സിലേറ്റർ ചവിട്ടുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം? സ്പീഡ് വളരെ എങ്ങനെ കാണിക്കല്ലോ. അപ്പൊ ആ ഇൻസ്റ്റന്റിലുള്ള സ്പീഡ് എന്ത് ചെയ്യാം? നമുക്ക് പറഞ്ഞു തരും സ്പീഡോമീറ്റർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം? അങ്ങനെ വേഗത കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യൂണിഫോം റിട്ടാർഡേഷൻ അല്ലെ. അപ്പം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയും. റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി കുറഞ്ഞു വരുന്നതിന് എന്താ റിട്ടാർഡേഷൻ എന്ന് പറയാം. ഓക്കെ, നേരത്തെ ആക്സിലറേഷൻ എന്താണെന്ന് പഠിച്ചു. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും റിട്ടാർഡേഷൻ എന്ന് പറയാം. ഓക്കെ, ആക്സിലറേഷൻ ഇപ്പോൾ ക്രമമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ക്രമമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് വെലോസിറ്റി
ഇവിടെ ക്രമമായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് എന്ത് ചെയ്യുക, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, അതാണ് എന്ത് ചെയ്യുക, യൂണിഫോം റിട്ടാർഡേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയാം. ഓക്കെ, ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് വെലോസിറ്റി വിത്ത് ടൈമിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബൈക്കിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, പോകുമ്പോൾ സമയത്ത് ബ്രേക്ക് ഔട്ടാണ് അല്ലെ. ബ്രേക്ക് ഔട്ടുമ്പോൾ എന്ത് ചെയ്യുക, വെലോസിറ്റി എന്ത് ചെയ്യുക, കുറയും അല്ലെ. ചവിട്ടുമ്പോൾ വേഗത കുറയുന്നു, അതായത് ക്രമമായി വേഗത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ബോഡിയുടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സലറേഷൻ എന്ന വേഗതയിലാണ് ആ ബോഡി സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബോഡി റിട്ടാർഡേഷൻ പറയുമ്പോൾ ഈ ആക്സലറേഷന്റെ നെഗറ്റീവ് ആണ് റിട്ടാർഡേഷൻ. ആക്സലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. അതായത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ. ആക്സലറേഷന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, എന്താണ് ആവറേജ് സ്പീഡ്, എന്താണ് ആവറേജ് വെലോസിറ്റി? ഓക്കെ, ഈ കാര്യം പറയുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പഠിച്ചത് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ നേരത്തെ പഠിച്ചെന്തിനി, സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നേരത്തെ പഠിച്ചത്, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഓക്കെ, ഇവിടെ ആകുമ്പോ ആവറേജ് സ്പീഡാണ്. അപ്പൊ ഇവിടെ ആവറേജ് സ്പീഡ് ആകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ക്ലിയർ ആണല്ലോ. ശരി, അപ്പം അതുമാതിരി ആവറേജ് വെലോസിറ്റി നമ്മൾ പഠിച്ചത്. വെലോസിറ്റി എന്ന് എന്താ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുല നമ്മൾ എന്താണെന്ന് പഠിച്ചാൽ മതി. ആവറേജ് വരുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ആവറേജ് വരുമ്പോൾ ടോട്ടൽ ആണ് വരിക കേട്ടോ. രണ്ട് ഭാഗത്തും മുകളിൽ താഴെ ടോട്ടൽ ആണ് വരിക എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തിലേക്ക് പോകാം. ഓക്കെ, ഒരു യൂണിഫോം ആക്സിലറേഷൻ അല്ലെ. യൂണിഫോം ആക്സിലറേഷന്റെ കേസിൽ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എങ്ങനെയാണെന്ന് ഇക്വേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ യൂണിഫോം ആണെങ്കിൽ ഇവിടെ യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലെ. വി എന്ന് പറഞ്ഞാല് ഫൈനൽ വെലോസിറ്റി ആണ്. യു ഇനീഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിഫോം ആക്സലറേഷൻ, അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്ന കേസിൽ യൂണിഫോം ആക്സലറേഷൻ ആ കേസിൽ എന്ത് ചെയ്യുക, ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ആവറേജ് സ്പീഡ് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോ ഇത്ര കാര്യങ്ങളാണ് അതിന് പറയാനുള്ളത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓർ വെലോസിറ്റി. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, നമുക്ക് നേരത്തെ പറഞ്ഞ സ്പീഡോമീറ്റർ എടുക്കില്ലേ, ആ സ്പീഡോമീറ്ററിൽ എന്ത് ചെയ്യുക, സ്പീഡ് ഇൻസ്റ്റന്റിലുള്ള പെട്ടെന്നുള്ള സ്പീഡല്ലേ കാണുക. അപ്പൊ ആക്സിലേറ്റർ നമ്മൾ ചവിട്ടാണ് കാറിൽ. അപ്പൊ അതിന്റെ മുന്നിൽ സ്പീഡോമീറ്റർ ഉണ്ട്. ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ ഓരോ ഇൻസ്റ്റന്റിലുള്ള സ്പീഡും അതിൽ സ്പീഡോമീറ്ററിൽ കാണിച്ചില്ലല്ലോ. ആക്സിലേറ്റർ കൂടുന്നതനുസരിച്ച് സ്പീഡോമീറ്റർ വേഗത കൂടി പോകും. ആക്സിലേറ്ററിന് കാലം എടുക്കുമ്പോൾ നമ്മൾ വേഗത കുറഞ്ഞു വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓർ വെലോസിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ഓക്കെ, സപ്പോസ് നമ്മളിവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഒരു സൈക്കിളാണ്. ഒരു സൈക്കിൾ എന്ത് ചെയ്യുക, ഒരു വീടിനെ ക്രോസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒരു സൈക്കിള്, ഇത് എ എന്നുള്ളൊരു പോയിന്റ് ആണ്, ഇത് ബി എന്നുള്ളൊരു പോയിന്റ് ആണ്. സൈക്കിൾ ബി എന്നുള്ള പോയിന്റിൽ എയിലേക്ക് ക്രോസ് ചെയ്യണം. ഇവിടെ ഒരു വീട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഹോം, ഒരു വീടുണ്ട്. അപ്പം ആ വീടിനെ ക്രോസ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഗിവൺ സമയം എടുക്കുമല്ലോ സൈക്കിള്. അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല അവിടെ. ചെറിയൊരു സ്ഥാനം എടുക്കുമല്ലോ, ചെറിയ ദൂരം എന്ത് ചെയ്യുക, ചെറിയ സമയം എന്ത് ചെയ്യുക അവിടെ വേണം ആ വീട് കവർ ചെയ്ത് പോയാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുമ്പോൾ അത് കാണാൻ ലൊക്കേഷൻ ആണ്. ഇവിടെ dx എന്ന് പറഞ്ഞാല് സ്മോൾ ഡിസ്റ്റൻസ് ആണ് അല്ലെ. അത് കവർ ചെയ്ത് പോലുള്ള സ്മോൾ ഡിസ്റ്റൻസിനാണ് dx എന്ന് പറയാം. അതുപോലെ dt എന്ന് പറഞ്ഞാല് സ്മോൾ ടൈം. dx പറഞ്ഞാല് സ്മോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്മോൾ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, dt എന്ന് പറഞ്ഞാല് ഇതേമാതിരി എന്ത് ചെയ്യുക, സ്മോൾ ടൈം ആണ് അല്ലെ. അപ്പൊ dx/dt എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കിട്ടും. അതായത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ
ഡി എച്ച് ബൈ ഡി ടി കണ്ടാൽ മതി. ക്ലിയർ ആണല്ലോ. അപ്പം ഡി എച്ച് ബൈ ഒരു മിനിറ്റ് ഡി എച്ച് ഡിവൈഡർ ബൈ ഡി ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തിലേക്ക് പോകാം. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ ഐ വി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഐ വി ഈക്വൽ ടു ഡി എച്ച് ബൈ ഡി ടി എന്ന് കാണാം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷനെ ഐ എച്ച് ഇസ് ഡി വി ബൈ ഡി ടി. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി എച്ച് ബൈ ഡി ടി ആണ്. ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ഡി വി ബൈ ഡി ടി. ഓക്കെ, ഡി വി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് ഡി വി ബൈ ഡി ടി എന്ന് പറയാം. ഓക്കെ, ഈ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ്, ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എങ്ങനെ കണക്കാക്കാന്നുള്ളത്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ടും നെഗറ്റീവ് സ്ലോപ്പ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ കിട്ടാൻ നോക്കാം. സപ്പോസ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു എക്സ് ആക്സിസ് ആണ്, ഇതൊരു എക്സ് ആക്സിസും ഇത് വൈ എക്സും എക്സ് ആക്സിസും. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഓക്കെ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് വെച്ചോ. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പിന്റെ ഷേപ്പിന്റെ സ്ലോപ്പ് എങ്ങനെ കണക്കാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് എപ്പോഴും പോസിറ്റീവ് ആവുന്ന എപ്പോഴാണെന്ന് നോക്കണം. ഓക്കെ, അതെങ്ങനെയാ വെച്ചാല് ഇപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞിട്ടില്ലേ, എപ്പോഴും സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അത് പറയുമ്പോൾ എക്സ് ആക്സിസിന് ആന്റി ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യണം എപ്പോഴും സ്ലോപ്പ് കാണാൻ. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിന് ആന്റി ക്ലോക്ക് വൈസിൽ നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഓക്കെ, അപ്പൊ അപ്പോഴാണ് നമുക്ക് തീറ്റ കിട്ടുക. ക്ലിയർ ആണല്ലോ. അപ്പൊ സ്ലോപ്പ് കിട്ടുന്ന നമ്മൾ എക്സ് ആക്സിസിന് ആന്റി ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യുമ്പോൾ തീറ്റന്റെ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പൊ സ്ലോപ്പ് കിട്ടുക. ഓക്കെ, അപ്പൊ അത് ഇവിടെ എന്ന് പറഞ്ഞാല് തീറ്റാന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയും കാട്ടി കുറവാണ് അല്ലെ. തീറ്റാന്റെ വാല്യൂ ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ, ലെസ് ദാൻ 90 ഡിഗ്രിയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിനാണ് എന്ത് ചെയ്യുക, പോസിറ്റീവ് സ്ലോപ്പ് പറയാം. ഇതാണ് പോസിറ്റീവ് സ്ലോപ്പ്. തീറ്റന്റെ വാല്യൂ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഇതിന് എന്ത് ചെയ്യുക, പോസിറ്റീവ് സ്ലോപ്പ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി നെഗറ്റീവ് സ്ലോപ്പ് എങ്ങനെ കിട്ടാൻ നോക്കാം. ഇതേമാതിരി നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഓക്കെ, അപ്പം ഗ്രാഫ് ഇങ്ങനെയാണ് വിചാരിക്കാം. യൂണിഫോം റിട്ടാർഡേഷന്റെ ഗ്രാഫാണ്, റിട്ടാർഡേഷന്റെ ഗ്രാഫാണ്. ഇങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മൾ സ്ലോപ്പ് എങ്ങനെ കാണാൻ നോക്കാം. സ്ലോപ്പ് എപ്പോഴും ഞാൻ പറഞ്ഞു എക്സ് ആക്സിസിന് ആന്റി ക്ലോക്ക് വൈസിലേക്കാണ് സ്ലോപ്പ് മെഷർ ചെയ്യേണ്ടത്. അപ്പോ ഇങ്ങനെയല്ലേ നമ്മൾ പറയാ, എക്സ് ആക്സിസിന് ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പം ഈ എക്സ് ആക്സിസിന് ഇങ്ങോട്ടല്ലേ മെഷർ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കല്ലേ മെഷർ ചെയ്യുക. അപ്പൊ ഇവിടെ അങ്ങനെയാണ് പിന്നെ സ്ലോപ്പ് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ തീറ്റാന്റെ വാല്യൂ എപ്പോഴും 90 ഡിഗ്രിയും കാട്ടിയും കൂടുതലാണ്. ക്ലിയർ ആണല്ലോ. അതായത് ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ അപ്പൊ 90 ഡിഗ്രി കൂടുതലാണെങ്കിൽ അവിടെ കിട്ടുന്ന സ്ലോപ്പ് എന്ന് പറയാം. അപ്പൊ തീറ്റാന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ് അല്ലെ. 90 ഡിഗ്രി കൂടുതലാണ് തീറ്റാന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആവുന്ന നെഗറ്റീവ് ആവുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഹൗ ടു ഫൈൻഡ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഒരു ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണക്കാക്കാം എന്നുള്ളതാണ്. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്, അത് നമ്മൾ ഒന്നും കൂടി പറയാം. ഓക്കെ, നമ്മൾ വേഗം തന്നെ ഒരു ലൈൻ വരയ്ക്കാം. എക്സ് ആക്സിസും വരയ്ക്കാം, വൈ ആക്സിസും വരയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. ഓക്കെ, അപ്പൊ ഒരു സ്ലോപ്പ് എങ്ങനെ കണക്കാക്കാം. സ്ലോപ്പ് കണക്കാക്കണമെങ്കിൽ നമ്മൾ സപ്പോസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണക്കാക്കാം. ശരി, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് ഇതിനെ നമ്മൾ ഒരു ചെറിയ പോർഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ. ഇതിനെ നമ്മൾ ഇവിടേക്ക് വരയ്ക്കാം. വൈ ആക്സിസിലേക്കും എക്സ് ആക്സിസ്, ഇത് ഒറിജിൻ ആണ്, ഇത് x1 ആണ്, ഇത് s2 ആണ്, ഇത് y1 ആണ്, y2 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ആംഗിൾ നമ്മൾ കാണണം.
ഈ ഒരു ആംഗിൾ കാണണം. ഈ ആംഗിൾ എത്രയാണ് കണ്ടത്, അതായത് തീറ്റ നമ്മൾ കണ്ടാൽ മതി. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പറയാം. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, സ്ലോപ്പ് 1 മിനിറ്റ്. ഓക്കെ, അപ്പം ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യാം, ടാൻ തീറ്റ എന്നാണ് കേട്ടോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ എന്നാണ്. ഓക്കെ, ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഇത് നമുക്കൊരു പേര് കൊടുക്കാം. ഓക്കെ, ദിസ് ഈസ് എ, ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് എന്ത് ചെയ്യുക, ടാൻ തീറ്റ എന്ന് പറയാം. അതായത് ഓപ്പോസിറ്റ് സൈഡ് എത്ര ഇവിടെ, ബി സി അല്ലേ, ബൈ അഡ്ജസന്റ് സൈഡോ എ ബി അല്ലേ. ഓക്കെ, അപ്പൊ ബി സി ബൈ എ ബിക്ക് എന്താ പറയാ, ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ y2 മൈനസ് y1 അല്ലേ, y2 മൈനസ് y1. ഓക്കെ, എ ബിയോ h1 h2 മൈനസ് h1 അല്ലേ, h2 മൈനസ് h1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, y2 മൈനസ് y1 ഡിവൈഡ് ബൈ h2 മൈനസ് h1. അതിനെ പറയുന്ന പേരാണ് സ്ലോപ്പ്. അപ്പം dy ബൈ dx എഴുതാൻ പറ്റും അല്ലേ. dy എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y ആണ് അല്ലേ. അപ്പൊ y എത്രത്തോളം ചേഞ്ച് ഉണ്ടായതാണ് dy. അതുപോലെ dx എന്ന് പറയുമ്പോൾ എത്രത്തോളം h2 മൈനസ് h1 എത്രത്തോളം ചേഞ്ച് ഉണ്ടായി, അതാണ് dx. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ കിട്ടുകയാണെങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പ് എളുപ്പത്തിൽ തന്നെ കാണാൻ നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഹൗ ടു ഫൈൻഡ് സ്ലോപ്പ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ സ്ലോപ്പ് എങ്ങനെ കണക്കാക്കാം. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഒരു എക്സാമ്പിൾ അല്ലെ, ഒരു 4x. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. അപ്പം ഒരു ഫംഗ്ഷനാണ് y ഈസ് ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഒരു ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ ഈ ഫംഗ്ഷന്റെ സ്ലോപ്പ് കാണാം. അറ്റ് x ഈസ് ഈക്വൽ ടു 2. x ഈസ് ഈക്വൽ ടു 2 ആവുന്ന കേസിൽ y എന്നുള്ള ഫംഗ്ഷന്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണാം. ഓക്കെ, സ്ലോപ്പ് കാണാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഓക്കെ ടാൻ തീറ്റ ആണ് ഈക്വൽ ടു എന്താ, y2 മൈനസ് y1 ബൈ h2 മൈനസ് h1 ആണ് പഠിച്ചിട്ടുണ്ട്. അത് ഈക്വൽ ടു എന്താ, dy ബൈ dx. ഓക്കെ, അപ്പൊ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു dy ബൈ dx. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ആണ് തന്നത് കൊണ്ട് നമ്മൾ dy ബൈ dx കണ്ടാൽ മതി. അപ്പൊ dy ബൈ dx എന്ന് പറയുമ്പോൾ d ബൈ dx ഓഫ് ഗിവൺ ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ അവിടേക്ക് എടുത്തുക. ഗിവൺ ഫംഗ്ഷൻ എന്തിനി, 4x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 കണ്ടാൽ മതി. ഓക്കെ, d ബൈ dx ഓഫ് 4x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷന്റെ h നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ള മീനിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളിങ്ങനെ നോക്കാം. 4x സ്ക്വയറിനെ ഡിഫറൻഷിയേഷൻ ചെയ്ത് h നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8x അല്ലെ, പ്ലസ് 3x അല്ലെ. 3xന്റെ ചെയ്ത് കഴിഞ്ഞാൽ 3, അപ്പൊ 2ന്റെ ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പം 8x പ്ലസ് 3 ആണ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ dy ബൈ dx കിട്ടിയത്. ഓക്കെ, നമ്മൾ തന്നിട്ടുണ്ട് ഫംഗ്ഷൻ അറ്റ് h ഇസിക്കൽ 2 എന്തായിരിക്കും ഫംഗ്ഷന്റെ വാല്യൂ. അപ്പൊ h ന് 2 എന്ന് കൊടുക്കാം. അപ്പൊ എന്താ വരിക, 8 into 2 plus 3 അല്ലേ. 16 plus 3 എന്ന് പറഞ്ഞാല് 16 plus 3 19 ആണ് ഇവിടുത്തെ സ്ലോപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, ഒരു കണ്ടീഷനും അതുപോലെ തന്നെ ഗ്രാഫും കൊടുത്തിട്ടുണ്ട് അല്ലെ. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ബോഡിയുടെ റെസ്റ്റിലാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫാണ് എടുക്കുക. ഒരു ബോഡി റെസ്റ്റിലാണെന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. മനസ്സിലായോ? ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ക്ലിയർ ആണല്ലോ? അതുപോലെ ഒരു ബോഡി യൂണിഫോം ആക്സലറേഷനിലാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ആക്സലറേഷൻ ടൈം ഗ്രാഫാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോവാണ്. എന്താണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്? ഓക്കെ,
അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഓക്കെ, ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെയാ വരയ്ക്കുക നോക്കാം. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ. ക്ലിയർ ആണല്ലോ? ഒരു ബോഡി റെസ്റ്റിലാണെന്ന് പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, ഒരു ബോഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുണ്ടാവും കേട്ടോ, ഇങ്ങനെ വരഞ്ഞിട്ടല്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇങ്ങനെ കിട്ടുക. ഓക്കെ, സപ്പോസ് എ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം മോഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരയ്ക്കാം, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഒരു ബോഡി നോൺ യൂണിഫോം മോഷനിലാണെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയാണ് വരയ്ക്കുക. ക്ലിയർ ആണല്ലോ? നോൺ യൂണിഫോം മോഷൻ, അതായത് ഒരു ബോഡി ഇങ്ങനെ പോയി ഇങ്ങനെ നോൺ യൂണിഫോം ആയിട്ടാണ് മൂവ് ചെയ്യുക, അതായത് യൂണിഫോം അല്ല. ഓക്കെ, അപ്പം വെലോസിറ്റി മാറ്റമുണ്ട് അല്ലേ? ഓക്കെ, ഇനി അടുത്തത് സീറോ വെലോസിറ്റി ടൈം ഗ്രാഫ്. സീറോ ആക്സലറേഷന്റെ കേസിൽ പോസിറ്റീവ് ആക്സലറേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ, അതങ്ങനെ പറയാം. ഓക്കെ, സീറോ ആക്സലറേഷൻ ആകുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ സീറോ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അതായത് ഇവിടെ സീറോ ആക്സലറേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ക്ലിയർ ആണോ? ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സീറോ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി പോസിറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക. ഓക്കെ, ഇനി നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ആക്സലറേഷൻ എങ്ങനെ പഠിച്ചല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് റിട്ടർഡേഷൻ എന്ന് പറയുമല്ലോ. അതിനാണ് നെഗറ്റീവ്, അതായത് റിട്ടർഡേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ എന്ന് കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ? ശരി, അപ്പം അത് ഇവിടെ ടച്ച് ചെയ്യണ്ട, ഞാൻ വെച്ചാൽ മതി. കുറയുന്നു കാണിച്ചാൽ മതി, ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.